ബംഗളൂരു എയർപോർട്ട് റിനോവേറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വുഡൻ ബാംബു ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ദേ ഒരു ഹംബി ടച്ച് ഒക്കെ കൊണ്ടുവന്നേക്കുന്നു. ഇതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചും പിള്ളേരുടെ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നത് സമയം പോയതേ അറിഞ്ഞില്ല. സ്റ്റോറി ബുക്കിലെ കഥയൊക്കെ മാറ്റി മാറ്റി പറയണം. ബ്യൂട്ടി ആൻഡ് ബീസ്റ്റും റൈഡിംഗ് ഹൂഡും സിൻഡ്രല്ലയും മൗഗ്ലിയും വിക്രമനും മുത്തുവും വരെ കഥാപാത്രങ്ങളായിട്ടുണ്ട്. ഇവരെയും കൊണ്ട് ഇങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ സെന്റർ ഓഫ് അട്രാക്ഷൻ എപ്പോഴും ഞങ്ങൾ തന്നെ ആയിരിക്കും. ആൾക്കാർ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നു, സ്നേഹത്തോടെ സംസാരിക്കുന്നു, പെർമിഷൻ ചോദിച്ചിട്ട് ഫോട്ടോസ് എടുക്കുന്നു, ഡോറ എന്ന് വിളിക്കുന്നു. ചിലരൊക്കെ വന്ന് ട്വിൻസ് കിട്ടാനുള്ള ടിപ്സ് വരെ ചോദിക്കുന്നുണ്ട്. എന്താ അല്ലേ, ഇതിനൊക്കെ എന്ത് ടിപ്സ് പറയാനാണ്? എന്റെ പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ട്വിൻസ് വേണം എന്നുള്ളത്. അതങ്ങനെ അങ്ങ് നടന്നു, അത്രേ ഉള്ളൂ. ഇനി ആഗ്രഹിക്കുക എന്നത് വേണമെങ്കിൽ ഒരു ടിപ്പായി പറയാം അല്ലെ. ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യൂ. അല്ലെങ്കിലും എന്ത് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ദ വോൾ യൂണിവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണല്ലോ മിസ്റ്റർ ആൽക്കമിസ്റ്റ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ബോർഡിംഗ് ടൈം ആയി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും സഹായിച്ച് ബുദ്ധിമുട്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലഗേജ് കൊടുത്ത് ഇറങ്ങിയേക്കുവാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നതൊന്നും ഞങ്ങൾ പറഞ്ഞു കൊടുത്തതേ അല്ല കേട്ടോ. എപ്പോഴൊക്കെയോ ശ്രദ്ധിച്ച് വെച്ചിട്ട് അതുപോലെ ചെയ്യുന്നതാണ്. ഒന്ന് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ പണി. ലോക്ക് ചെയ്തിട്ട് ഒരു നോട്ടമുണ്ട്, എന്നെ കൊണ്ടും ഇതൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ. ആണോ? 4 hours ആണ് ഫ്ലൈയിങ് ടൈം. സിംഗപ്പൂരിലാണ് ഇറങ്ങുന്നത്. പിള്ളേര് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഇടയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങി. സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞാൽ 15 hours ലേ ഓവർ ഉണ്ട്. ആ ടൈം കൊണ്ട് സിംഗപ്പൂരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശം. ഏർലി മോർണിംഗ് 4 o'clock ഞങ്ങൾ ബംഗളൂരിൽ നിന്ന് സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തു.